ഹലോ. അപ്പോൾ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആട്ടോ. ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു ബിഗ് ബോസിൽ. പക്ഷേ അത് ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് അടിപൊളിയായിരുന്നു. ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായി, നല്ല കോമഡി ആയിരുന്നു. അതായത് ബിഗ് ബോസ് കുറച്ച് ഷേവിംഗ് ഫോം കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും ആ ലെറ്ററിൽ ശരിക്കും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായത്, നമുക്ക് ക്യാപ്റ്റൻ ആവണ്ട തോന്നുന്ന ആളുടെ മുഖത്ത് ഷേവിംഗ് ഫോം തേക്കുക എന്നുള്ളത്. അത് പ്രകാരം എല്ലാവരും ഒരുപാട് പേര്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 8 പേരോളം നമ്മൾ അനീഷിന്റെ മുഖത്ത് ഷേവിംഗ് ഫോം തേച്ചു. ഒരു 8 പേരെങ്കിലും അനീഷിന്റെ മുഖത്ത് ഷേവിംഗ് ഫോം തേച്ചിട്ടുണ്ടാവും. അത് പിന്നെ കുറച്ച് പേര് നൂറയുടെ മുഖത്ത് തേച്ചിട്ടുണ്ട്, രേണു, അനുമോള്, പിന്നെ റണ, അങ്ങനെ കുറെ പേര് രഞ്ജിത്തിന്റെ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട്. പക്ഷെ അക്ബറിന്റെ മുഖത്തടക്കം തേച്ചിട്ടുണ്ട്. പക്ഷെ 8 പേരും അനീഷിന്റെ മുഖത്താണ് തേച്ചത്. കാരണം അവർക്ക് ആർക്കും അനീഷ് എന്തായാലും ക്യാപ്റ്റൻ ആവണ്ട, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലെറ്റർ ശരിക്കും പ്രോപ്പറായിട്ട് വായിച്ചിട്ടില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം കിട്ടിയ ആളാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അതോടുകൂടി എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ശാരികയുടെയും അപ്പാനിയുടെയൊക്കെ ഫേസ് കാണായിരുന്നു. ഭയങ്കര രസമായിട്ടോ അത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പൊളിച്ചു, നല്ല അടിപൊളി ഗെയിമായിരുന്നു അത്. എന്നിട്ട് പിന്നെ എല്ലാവരും ഒന്ന് അന്തം വിട്ടു പോവാവും എന്നൊക്കെ പറഞ്ഞു. കുറേ പേര് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. എന്നാൽ അനീഷ് നല്ല അടിപൊളിയായിട്ടോ അത് മാനേജ് ചെയ്തത്, നല്ല മെച്ചുവർഡായി മാനേജ് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് ടീം തിരിക്കാൻ പറഞ്ഞു. അനീഷ് അതും വളരെ വൃത്തിയിൽ ചെയ്തു. കിച്ചൺ ടീം, ഫ്ലോർ ടീം, വെസൽ ടീം, ബാത്റൂം ടീം ഒക്കെ അടിപൊളിയായിട്ട് തരംതിരിച്ചു. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം, ഏതൊക്കെ ടീമിൽ ആരൊക്കെ എടുത്തു എന്നുള്ളത്. കിച്ചൺ ടീമിൽ രഞ്ജിത്ത്, പിന്നെ ബിന്നി, സരിക, പിന്നെ ഒനീൽ എന്ന് പറഞ്ഞ ആള്, ഇങ്ങനെ ഇത്ര പേരാട്ടോ ഒരു പിന്നെ കിച്ചൺ ടീമിലുണ്ടായിരുന്നു എടുത്തത്. പിന്നെ ഫ്ലോറിൽ അനു, രേണു, പിന്നെ നൂറ, ആദില, ആ ലെസ്ബിയൻ കപ്പിൾ, പിന്നെ ഒരു മോഡൽ ഇല്ലേ ഗിസേൽ, ഇവര്. പിന്നെ വെസൽ ടീമിൽ ഷാനവാസ്, ശൈത്യ, അഭിലാഷ്, ഷാരിക, ബിൻസി. പിന്നെ ബാത്റൂം ടീമിലാണ് ശരത്, അപ്പാനി, പിന്നെ അക്ബർ, മിലി, റണ. ഇങ്ങനെയാണ് ടീം തരംതിരിച്ചത്. ഇവരോടൊക്കെ പ്രോപ്പറായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതായത് അനീഷ് നല്ല രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വൃത്തിക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അനീഷ് നല്ലൊരു ക്യാപ്റ്റൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല രസമായിട്ടോ, ഇത് ട്വിസ്റ്റായി, നല്ലൊരു ചാൻസ് ഉണ്ട്, നല്ലൊരു ക്യാപ്റ്റൻ അനീഷ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു.